ഹായ് ഗൈസ്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒരു ഇൻപുട്ട് ബോക്സ് ആഡ് ചെയ്തിരുന്നു. എന്നിട്ട് ഒരു സ്റ്റേറ്റ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കൊടുക്കുന്ന വാല്യൂസൊക്കെ ഇൻപുട്ട് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. സ്റ്റേറ്റ് വെച്ചിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഓക്കെ, സോ അത്രയും നമ്മൾ ലാസ്റ്റ് വീഡിയോയിലാണ് ചെയ്തത്. ഒരു സോങ് ക്രിയേറ്റ് ചെയ്യാവുന്ന കമ്പോണൻ്റ് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യണം. അവിടെ നിന്ന് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, സോ ഇനി നമ്മൾ എന്താ വെച്ചാൽ ഞാനിവിടെ സോങ് ആഡ് ചെയ്തു. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സോങ് ടൈറ്റിൽ ഞാൻ കൊടുത്തു. പക്ഷേ അത് സബ്മിറ്റ് ചെയ്യണം. സോ സബ്മിറ്റിംഗ് ഇവൻറ്റ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, സോ അത് തൽക്കാലം ഞാൻ എങ്ങനെയാണ് കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ഫോമിൽ സബ്മിറ്റ് ഇവൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഞാനിവിടെ ടെസ്റ്റ് അടിച്ച് എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ കറണ്ട് ഒന്നും വർക്ക് ആവുന്നില്ല, ലൈക്ക് നമ്മളൊന്നും എഴുതിയിട്ടില്ല. സോ എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, സോങ് ബാക്ക് എൻഡിലേക്ക് സ്റ്റോർ ചെയ്യണം. സോ ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ഫോമിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സബ്മിറ്റ് ഇവൻറ്റ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, സോ ഞാനത് ഡിഫൈൻ ചെയ്യാണ്. ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഒരു മെത്തേഡ് എഴുതണം. .bind of this പറഞ്ഞ എഴുതി. ഓക്കെ, സോ ഞാൻ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. റിയാക്റ്റും ജാവാസ്ക്രിപ്റ്റ് ഓൾറെഡി അറിയുന്നതുകൊണ്ടാണ് ഇത് ജസ്റ്റ് ഞാൻ ബൈൻഡിങ് എന്താണെന്നോ ദിസ് കറണ്ട് ഒബ്ജക്റ്റ് എന്താണെന്നോ ഞാൻ ഇപ്പോൾ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഗോത്രൂ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി മെത്തേഡ് നമ്മൾ എഴുതിയിട്ടുണ്ട് ഓൺ സബ്മിറ്റ്, അത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അത് ഓൺ സബ്മിറ്റ്. ഓക്കെ, ഇവൻ്റ് കൊടുത്തു. സോ ഓൺ സബ്മിറ്റിൽ ഞാനിപ്പോൾ ആദ്യം നമ്മൾ എഴുതി. സോ ഓൺ സബ്മിറ്റിൽ എപ്പോൾ വിളിക്കുന്നോ ഓൺ സബ്മിറ്റ് അപ്പോൾ ഒരു ഇവൻ്റ് ഒബ്ജക്റ്റ് ഉണ്ടാവും. ഓക്കെ, സോ ഇവൻ്റ് ഒബ്ജക്റ്റ് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു. ഇവിടെ ടെസ്റ്റ് എഴുതി ഒരു എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എടുക്കണ്ടായിരുന്നു. അത് നേരത്തെ ലൈക്ക് ക്ലിയർ ആവുന്നുണ്ടായിരുന്നു. ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, സോ നമ്മൾ ഓൺ സബ്മിറ്റ് ചെയ്തിരുന്നു. ഓൺ സബ്മിറ്റിൽ ഇവൻ്റ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. സോ ഇവൻ്റ് എന്തിനാന്ന് വെച്ചാൽ അത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഫോം സബ്മിറ്റ് ആവും എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഞാനത് ബ്രൗസറിൻ്റെ ഡീഫോൾട്ട് പ്രോപ്പർട്ടിയാണ്, അത് നമ്മൾ ഡിസേബിൾ ചെയ്യണം, പ്രിവെൻറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇവൻ്റ് ഡോട്ട് ഈ ഒരു മെത്തേഡ് കോൾ ചെയ്യുന്നു, പ്രിവെൻറ്റ് ഡിഫോൾട്ട് എന്നുള്ളത്. അല്ലെങ്കിൽ എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബ്രൗസറിന് ഇൻബിൽട്ട് ഫോം സബ്മിറ്റിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. സോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്, പ്രിവെൻറ്റ് ഡിഫോൾട്ട്. ഓക്കെ, സോ ഇനി ഈ പോയിന്റിൽ നമ്മൾ പറയണം, നമ്മൾ കോഡ് എഴുതേണ്ടതുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ബാക്ക് എൻഡ് സെർവറിലേക്ക് പോയിട്ട് അത് കളക്ഷൻ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ബാക്ക് എൻഡ് സെർവറിൽ പോയിട്ട് ആ ന്യൂ സോങ് കളക്ഷൻ ഓഫ് സോങ്സിൽ ഒരു പുതിയ സോങ് ആയിട്ട് ആഡ് ചെയ്യാനാണ് നമ്മൾ കൊടുക്കണം. ഓക്കെ, സോ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു മുമ്പത്തെ വീഡിയോയിൽ എഡിറ്റിംഗ്, ക്രിയേറ്റിംഗ്, മോഡിഫൈയിങ് എന്നൊക്കെ റെക്കോർഡ്സിൻ്റെ കേസ് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തിങ്ക് ചെയ്യേണ്ടത് മ്യൂട്ടേഷനെ കുറിച്ചാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. ഓക്കെ, സോ നമുക്കിവിടെ എന്ന് വെച്ചാൽ നമ്മുടെ മ്യൂട്ടേഷൻ ആദ്യം ടെസ്റ്റ് ചെയ്യണം വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. സോ അത് ഞാൻ മുമ്പത്തെ പോലെ ഗ്രാഫിക്കൽ ടൂളിലാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അത് ഗ്രാഫിക്കൽ ടൂളിൽ ചെക്ക് ചെയ്ത ശേഷം അത് വർക്ക് ആവുന്നുണ്ടെങ്കിൽ ആ മ്യൂട്ടേഷൻ എടുത്ത് നമ്മുടെ ഈ ഫയലിൽ ഇപ്പോൾ സോങ് ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഈ കമ്പോണൻ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ലാസ്റ്റ് കേസ് ഇത് മ്യൂട്ടേഷനെ നമ്മൾ അതിലേക്ക് കൊണ്ടുവന്ന ശേഷം നമ്മുടെ എഴുതിയ മ്യൂട്ടേഷനും ഈ കമ്പോണൻറ്റും തമ്മിൽ മെർജ് ചെയ്യേണ്ട ഉണ്ട്. അത് റിയാക്റ്റ് അപ്പോളോ ലൈബ്രറി യൂസ് ചെയ്തിട്ടാണ് നമ്മളത് മെർജ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഇതാണ് പ്രോസസ്സ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഗ്രാഫിക്കൽ ടൂളിൽ മൂവ് ചെയ്യാം. എന്നിട്ട് ലോക്കൽ ഹോസ്റ്റ് 4000 ഞാനിവിടെ കൊടുത്തു.
ഓക്കെ, അത് പഴയത് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ മ്യൂട്ടേഷൻ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു എങ്ങനെയാണ് മ്യൂട്ടേഷൻ എഴുതാന്നൊക്കെ. മ്യൂട്ടേഷൻ നമ്മൾ കൊടുത്തു. ഓക്കെ, സോ ഇനി നമ്മൾ വെച്ചാൽ ഈ മ്യൂട്ടേഷൻ്റെ പേര് നമുക്ക് നോക്കണം എങ്ങനെയാണ്. അപ്പം ഞാൻ ഡോക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ മ്യൂട്ടേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് സോങ് എന്ന് പറഞ്ഞ് മ്യൂട്ടേഷൻ കാണുന്നുണ്ട്. അത് ടൈറ്റിൽ പാസ് ചെയ്യുന്നുണ്ട് ആ ആഡ് സോങ്ങിൽ. പിന്നെ അത് എന്താ റിട്ടേൺ ചെയ്യുന്നത്, സോങ് ടൈപ്പാണ് അത് റിട്ടേൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഞാനിവിടെ കൊടുക്കുകയാണ്. ആഡ് സോങ് എന്ന് പറഞ്ഞു കൊടുത്തു. ടൈറ്റിൽ ഞാൻ കൊടുക്കുന്ന ടൈറ്റിൽ ഇപ്പോൾ റെയിൻ എന്ന് കൊടുക്കാം. ചുമ്മാ ഒരു ടൈറ്റിൽ കൊടുത്തുന്നുള്ളൂ, റെയിൻ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് റിട്ടേൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ആഡ് ചെയ്ത ഇതിൻ്റെ സോങ്ങിൻ്റെ ഐ ഡിയും ടൈറ്റിലുമാണ്. ഞാൻ റീലോഡ് ചെയ്യാം എന്താ എഴുതിയെന്നുള്ളത്. സോ ഇതാണ് ഞാൻ കൊടുക്കുന്നത്. മ്യൂട്ടേഷൻ എഴുതി ടൈറ്റിൽ കൊടുത്തു, റെയിൻ എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് തിരിച്ച ഐ ഡിയും ടൈറ്റിലും വേണം എന്നാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, ഞാൻ റൺ ചെയ്യാം. സോ നമ്മൾ റൺ ചെയ്തപ്പോൾ മനസ്സിലായി ആഡ് സോങ് വന്നിട്ടുണ്ട്. സോ ഐ ഡി നമുക്ക് തിരിച്ചു തന്നു. പുതിയൊരു ഐ ഡി ക്രിയേറ്റ്, ഐ ഡി യുണീക്കാണ്, അത് നമുക്ക് തിരിച്ച് തന്നിട്ടുണ്ട് റെസ്പോൺസായിട്ട്. ടൈറ്റിലും തന്നിട്ടുണ്ട്, നമ്മൾ എന്താണ് കൊടുത്തത് ആ ടൈറ്റിൽ റെസ്പോൺസായിട്ട് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഇപ്പോൾ നമ്മൾ എഴുതിയ മ്യൂട്ടേഷൻ ഗ്രാഫിക്കൽ ടൂളിൽ വർക്ക് ആവുന്നുണ്ട് കറൻ്റ്ലി. ഓക്കെ, സോ നമ്മൾ എഴുതിയ മ്യൂട്ടേഷൻ ഇനി ഈ മ്യൂട്ടേഷൻ നമ്മുടെ കമ്പോണൻറ്റ് ഫയലിലേക്ക് യൂസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹെൽപ്പർ യൂസ് ചെയ്യണം. ആദ്യം നമ്മൾ മുമ്പ് എഴുതിയ ഹെൽപ്പറാണ് GQL എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സോങ് ലിസ്റ്റ് കമ്പോണൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഹെൽപ്പർ യൂസ് ചെയ്തിട്ടുണ്ട് GQL എന്ന് പറഞ്ഞിട്ട്. സോ ഇതേ ഹെൽപ്പർ നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടതുണ്ട്. അതാദ്യം നമുക്ക് യൂസ് ചെയ്യാം. തൽക്കാലം ഞാൻ കോപ്പി ചെയ്യണം ഇവിടുന്ന്. ഓക്കെ, സോ ഞാനിവിടെ ഈ GQL ഇമ്പോർട്ട് ചെയ്യാണ് സോങ് ക്രിയേറ്ററിൽ. അത് GQL നമ്മൾ എന്തിനാ ഈ ഹെൽപ്പർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ജാവാസ്ക്രിപ്റ്റ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ജാവാസ്ക്രിപ്റ്റിന് ഈ കൊറിയയുടെ സിൻറ്റാക്സ് ഒന്നും മനസ്സിലാകുന്നില്ല എന്നുള്ളത്. സോ അത് നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഗ്രാഫിക്കൽ കൊറിയാണ്, മ്യൂട്ടേഷൻ ആണെന്നുള്ളത് ജാവാസ്ക്രിപ്റ്റിലേക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈബ്രറി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാനത് ആദ്യം ഇമ്പോർട്ട് ചെയ്തിരുന്നു. എന്നിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് മ്യൂട്ടേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. const mutation equal to GQL എന്നിട്ട് backtick mutation add song title. ഓക്കെ, ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട് ഇപ്പോൾ കറൻ്റ്ലി. നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ ടൈറ്റിൽ കൊടുക്കണം. ഓക്കെ, പക്ഷേ ടൈറ്റിൽ നമുക്ക് ആക്സസ് ചെയ്യുന്നത് this.state.title ഇപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ആ ടൈറ്റിൽ നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ടൈറ്റിൽ നമ്മുടെ ഇൻസൈഡിൽ ഇപ്പോൾ കറൻ്റ്ലി ടൈറ്റിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഇൻസൈഡ് കമ്പോണൻറ്റിലാണ്, അല്ലെങ്കിൽ ഫോമിൻ്റെ ഉള്ളിലാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഈ ഡാറ്റ എങ്ങനെ റിയാക്ട് കമ്പോണൻറ്റിൽ നിന്ന് മ്യൂട്ടേഷനിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് നോക്കണം. ഓക്കെ, സോ നമുക്കിവിടെ ഡയറക്റ്റ് എഴുതാൻ പറ്റില്ല. ഇത് ടൈറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ this.state.title നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റില്ല. കാരണം ഈ ടൈറ്റിൽ ഈ സ്റ്റേറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് കമ്പോണൻറ്റിൻ്റെ ഉള്ളിലാണ്, കമ്പോണൻ്റെ പുറത്തല്ല. ഓക്കെ, അതാണ് പ്രശ്നം. നമുക്ക് ടൈറ്റിൽ എന്തായാലും ഇവിടെ കൊടുത്തേ പറ്റുള്ളൂ. കാരണം നമ്മളിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് മ്യൂട്ടേഷനിൽ ടൈറ്റിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, നമ്മൾ എഴുതുന്ന ടൈറ്റിലാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ടൈറ്റിൽ നമുക്കിവിടെ കിട്ടുന്നുണ്ടെങ്കിൽ
ആ ടൈറ്റിൽ നമുക്കിവിടെ കിട്ടുന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നാണ് നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്യൂ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ടൈറ്റിൽ ഈ സോങ് ക്രിയേറ്റ് എന്നുള്ള കമ്പൗണ്ടിനുള്ളിൽ നമ്മൾ സ്റ്റേറ്റിൽ ടൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ഈ ടൈറ്റിൽ നമുക്ക് മ്യൂട്ടേഷനിലേക്ക് എത്തിക്കണം. ഓക്കെ, സോ ഈ ടൈറ്റിൽ നമുക്കിത് ഇങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ സ്കോപ്പ് എപ്പോഴും സ്റ്റേറ്റിൻ്റെ സ്കോപ്പ് എപ്പോഴും കമ്പൗണ്ടിൻ്റെ ഉള്ളിലാണല്ലോ. സോ കമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ളൂ അതിൻ്റെ സ്കോപ്പ്, അതിൻ്റെ പുറത്തേക്ക് നമുക്ക് കൊണ്ടുവരണം ആക്ച്വൽ ടൈറ്റിനെ. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഗോ ത്രൂ ചെയ്യാം. ഓക്കെ.